ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിവിടെ ചെയ്യണത് ഒരു ഹോം മെയ്ഡ് കഫ് സിറപ്പാണ്. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനത്തെ ആണല്ലോ, മഴയും മഞ്ഞും ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്ക പേർക്കും ഉള്ളൊരു അസുഖമാണ് ഈ കഫക്കെട്ടും ജലദോഷവും അതേപോലെ ചുമയൊക്കെ. അപ്പോൾ എനിക്കും വന്നിരുന്നു. അപ്പോൾ ഞാനും ഇത് ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് മാറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്യണതാണ്. അപ്പോൾ കഫ് സിറപ്പാണ് നമ്മളിവിടെ റെഡിയാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. മെയിനായിട്ടുള്ളത് ഇൻഗ്രീഡിയൻസാണ് ചുവന്നുള്ളി, ഇഞ്ചിയാണ്. അപ്പോൾ ഈ ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് ഈ ഇതേപോലെ പീലർ ഉണ്ടെങ്കിൽ ഇതിൽ വെച്ച് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ കുരുകുരുന്നൊന്ന് അരിഞ്ഞെടുക്കാം. ഈ കഫ് സിറപ്പ് ഒരു 5-10 മില്ലി കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കഫക്കെട്ട് പെട്ടെന്ന് പൂർണ്ണമായിട്ടും മാറുന്നതാണ്. അതേപോലെ തന്നെ ഉള്ളിലത്തെ കഫമൊക്കെ അങ്ങോട്ട് ഉരുകി പോകുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വായിക്കൂടെ തുപ്പിക്കളയാനുമായിട്ടും പുറത്തേക്ക് പോരുന്നതാണ് ഈ ഒരു ഇത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യം ഒരു നാരങ്ങയുടെ പകുതിയാണ്. നാരങ്ങാനീര് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇനി അടുത്ത ചേരുവ എന്താണെന്ന് വെച്ചാൽ കൽക്കണ്ടമാണ്. കൽക്കണ്ടമൊക്കെ മിക്കവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കൽക്കണ്ടം നമുക്ക് കുറച്ച് നേരം ഇതിലിട്ട് വച്ചേക്കണം. ഇതിൽ കൽക്കണ്ടം മെൽറ്റായിട്ട് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യണത്. ഒരു 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ തന്നെ കൽക്കണ്ടം ഉരുകി വെള്ളമായിട്ടുണ്ടാവും. ഇതുണ്ടോ, ഇതിപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മെഡിസിൻ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഈ പിഴിഞ്ഞെടുത്ത വെള്ളമാണ് നമ്മൾ കഫ് സിറപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. കുട്ടികൾക്കും കൊടുക്കാം, അതേപോലെ വലിയവർക്കൊക്കെ കൊടുക്കാം. കുട്ടികൾക്ക് ഒരു 5 ml, വലിയവർക്ക് ഒരു 10 ml ഒക്കെ ആയിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ്. ഈ പിഴിഞ്ഞെടുക്കണം ഇഞ്ചിയും ഉള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു ദിവസത്തിൽ തന്നെ പല വട്ടമായിട്ട് നമ്മളിത് കുടിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ കഫക്കെട്ടും ചുമയും ജലദോഷവും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. കഫം ശരിക്കും ഉരുകി പോകുന്നതാണ്. ഇത് കഫം വയറ്റിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് വയറ്റിൽ നിന്ന് പോവുള്ളൂ. ഇത് കഫം പോണതിൻ്റെ ഒരു ലക്ഷണമാണിത്. ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഈ കഫ് സിറപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ട്രൈ ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു കഫ് സിറപ്പ് എല്ലാവരും തീർച്ചയായിട്ടും കുടിക്കുക. കുട്ടികൾക്കാണെങ്കിലും കൊടുക്കുക. ഒരു 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഹോം റെമഡി ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.